ഇന്ത്യൻ സംഗീത ലോകത്തെ കണ്ണീരിലാഴ്ത്തി ഗാനഗോകുലം എസ് ജാനകി വിടവാങ്ങി. മൈസൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. ആലാപന മികവ് കൊണ്ടും ശബ്ദ വൈവിധ്യം കൊണ്ടും തലമുറകളെ വിസ്മയിപ്പിച്ച പ്രിയ ഗായികയുടെ വിയോഗത്തിൽ ചലച്ചിത്ര സംഗീത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ജാനകി അമ്മ വെറുമൊരു ഗായിക മാത്രമല്ലെന്നും അവരിൽ എപ്പോഴും ഒരു ദൈവ സാന്നിധ്യം പ്രകടമായിരുന്നുവെന്നും കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ഓർമ്മിച്ചു. ഇപ്പോഴും ഈ കാലത്തിൻ്റെ സംഗീതം ആയമ്മയുടെ ഒരു ശബ്ദത്തിലും ശബ്ദ സൗകുമാര്യത്തിലും മാധുര്യത്തിലും ആയമ്മയുടെ റെൻഡിഷനിലെല്ലാം ഒരുപക്ഷെ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ലാത്ത ആൾ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ദാസേട്ടൻ പോലും ഇത്രയധികം മതിപ്പ് നൽകുന്ന വളരെ വിരളം ഗായികമാരും ഗായകന്മാരുമാണുള്ളത്. മൈസൂരിലെ വസതിയിൽ പോയി നേരിട്ട് കണ്ട അനുഗ്രഹം വാങ്ങാൻ സാധിക്കാത്തതിൽ വലിയ വിഷമമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാനകി അമ്മയുടെ വിയോഗ വാർത്തയറിഞ്ഞ് പ്രിയ ഗായിക സുജാത മോഹൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിതുമ്പിപ്പൊട്ടി. പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി അതിന്റെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് മുരളിയുടെ സ്മരണയ്ക്ക് വേണ്ടി മുരളിക്ക് ഇഷ്ടമുള്ള പാട്ടുകളെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡിസ്കഷൻ ആക്ച്വലി എൻ്റെ അടുത്തല്ല, ശ്വേതയുടെ കൂടെയാണ് എല്ലാ പാട്ടിൻ്റെ ഡിസ്കഷനും. ഇന്ന പാട്ട് വേണം, ഇന്ന പാട്ട് ആൾ ഡുവറ്റ് പാടണം, അങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് അമ്മ ശ്വേത എൻ്റെ അടുത്ത് ഒന്ന് പറയും, അമ്മ ജാനകിയമ്മയെ കണ്ട് ഈ വയസ്സിലും ഷീസ് സോ അലേർട്ട്. അത് അമ്മയുടെ ഓർമ്മശക്തിയാണ്. ഞങ്ങളിവിടെ വന്ന് അമ്മയടുത്ത് സംസാരിക്കുമ്പോൾ എല്ലാ പാട്ടും എന്തോ ഓർമ്മയാറിയുമ്പോൾ പറയുമ്പോൾ ആ പാട്ടിൽ ആ ഒരു ഹമ്മിങ്, ഈ പാട്ടിൽ ഈ ഹമ്മിങ്, അതിൻ്റെ ലിറിക്സ് വരെ മലയാളമൊക്കെ എത്ര ഓർത്ത് പാടും. അത് ജീനിയസ്. അവരൊക്കെ ഇതിന് വേണ്ടി ജനിച്ചവരാണ്. പക്ഷേ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും എത്ര വയസ്സാണ് പാടുന്നൊന്നുമില്ല. ഇപ്പോൾ എല്ലാം റിട്ടയർ ചെയ്തിരിക്കുക. പക്ഷേ നമ്മുടെ ഒരു സരസ്വതി അവിടെ ഉണ്ടെന്ന് നമുക്കൊരു വിചാരമാണ്. വർഷങ്ങളായുള്ള തങ്ങളുടെ ആഴമേറിയ ബന്ധം ഓർത്തെടുത്ത സുജാതയ്ക്ക് പലപ്പോഴും വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ബേബി സുജാതയായി പാടി തുടങ്ങിയ കാലം മുതൽ ജാനകി അമ്മയുമായി തനിക്കുള്ള മാതൃബന്ധവും മകൻ മുരളിയുടെ വേർപാടിൽ തളർന്ന ജാനകി അമ്മയുടെ അവസാന നാളുകളിലെ വേദനയും സുജാത പങ്കുവച്ചു. മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജാനകി അമ്മ സ്വയം എഴുതിയ മീര ബച്ചനുകൾ ശ്വേതാ മോഹനെ പാടാൻ ഏൽപ്പിച്ച കാര്യവും സുജാത അനുസ്മരിച്ചു. ഇന്ത്യൻ സംഗീത ലോകത്തെ വിസ്മയ കൂട്ടുകെട്ടായിരുന്നു ഇളയരാജയും എസ് ജാനകിയും തമ്മിലുണ്ടായിരുന്നത്. ജാനകി അമ്മ വെറുതെ ഒരു പാട്ടു പാടുകയല്ല, മറിച്ച് ഓരോ വരികൾക്കും സ്വന്തം ശ്വാസം നൽകി ജീവിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. 1975 ഇളയരാജയുടെ ആദ്യ ചിത്രമായ അന്നക്കിളിയിലെ മച്ചാനെ പാത്തിങ്ങള എന്ന ഗാനം മുതൽ അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം ഹിറ്റ് ഗാനങ്ങളിലും ജാനകി അമ്മയുടെ ശബ്ദം ഒഴിച്ചുകൂടാനാവാത്തതായി. பெருமதிப்பிற்குரிய பாடகி ஜானகி அம்மா அவர்கள் காலமான செய்தி கேட்டு மிகவும் துக்கமடைந்தேன். மிகவும் அதிர்ச்சிகரமான செய்தியாக எனக்கு இருந்தது. வாழ்வில், தன்னுடைய சொந்த வாழ்வில் எத்தனையோ துக்கங்களை, தாங்க முடியாத துக்கங்களை, தாங்க முடியாத நிகழ்வுகளை தாங்கி அவர்கள் வாழ்ந்தார்கள் என்பது மிகவும் வேதனைக்குரிய விஷயம். உலக கம்போசர்கள் மிகவும் மாமேதைகள். அவர்களுடைய ஒவ்வொருவருடைய வாழ்விலும் அவர்களுடைய தனிப்பட்ட வாழ்க்கை மிகவும் துக்கமானதாக இருந்திருக்கிறது என்பதுதான் இதுவரை நடந்திருக்கிறது. ஆனால் ஜானகி அம்மா அவர்கள் தன்னுடைய திறமையில் யாருக்கும் சளைத்தவர்கள் இல்லை என்பது நிரூபித்துக் கொண்டே, ஒவ்வொரு பாடலிலும் நிரூபித்துக் கொண்டே வந்திருக்கிறார். மிகவும் கடினமான உழைப்பாளி. സംഗീത ലോകത്ത് എസ് ജാനകിക്ക് പകരമായി മറ്റൊരു ശബ്ദം കണ്ടെത്തുക അസാധ്യമാണെന്നും അവർക്ക് പകരം അവർ മാത്രമാണെന്നുമാണ് സംഗീത ലോകം ഒന്നടങ്കം അടിവരയിടുന്നത്.